Hello aspirants, welcome to Vishum Academy. Economics methods of calculating national income വരെ നോക്കിയിട്ടുണ്ടായിരുന്നു. Let's see the detailed information about methods of calculating national income. First method is product method. It is also known as output method. In this method, the economy is divided into different sectors. ഔട്ട്പുട്ട് മെത്തേഡ് എന്നറിയപ്പെടുന്നുണ്ട്. ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ആയിട്ടാണ് ഈ മെത്തേഡിൽ എക്കോണമി ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അഗ്രികൾച്ചർ, മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് സെക്ടർ. വെൻ ദ പ്രൊഡക്റ്റ് മെത്തേഡ്, the total value of addition in the production process is added to calculate the national income. So it's also known as value added method. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കോട്ടൺ ഇൻഡസ്ട്രി ആണെന്ന് ഇരിക്കട്ടെ, ഇത് എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ മനസ്സിലാകും. ഒരു കോട്ടൺ ഇൻഡസ്ട്രിയിൽ അത് പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി 1000 rupees ആകുന്നു എന്നുണ്ടെങ്കിൽ ആ കോട്ടണിനെ നൂലാക്കാനായിട്ട് നമുക്ക് 1200 ആവും. അപ്പോൾ ഇവിടെ 200 എക്സ്ട്രാ നമ്മൾ ആ 1000 കൂടെ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ 200 ആണ് എക്സ്ട്രാ ആഡ് വാല്യൂ. അതേപോലെ അതിനെ ക്ലോത്ത് ആക്കാനായിട്ട് ഇപ്പോൾ കോട്ടൺ നൂലാക്കാൻ 200 എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോൾ 1200 ആകുന്നുണ്ടല്ലോ. ഇനി ക്ലോത്ത് ആക്കാനായിട്ട് 1800 ആയെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ 600 ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 600 ആണ് ആഡഡ് വാല്യൂ. അപ്പോൾ ഈ മൊത്തം ആഡഡ് വാല്യൂ കൂടെ ചേർക്കുമ്പോൾ 1000 + 200 + 600 കൂടെ ചേർക്കുന്ന സമയത്ത് നമുക്ക് 1800 കിട്ടും. ദാറ്റ് ഈസ് വാല്യൂ ആഡഡ് മെത്തേഡ്. നെക്സ്റ്റ് ഈസ് ഇൻകം മെത്തേഡ്. ഇത് നോർമലി സർവീസ് സെക്ടറിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. In this method, the national income is calculated by adding all the income learned by various factors of production. അപ്പോൾ എക്സാമ്പിൾ വൈസ് നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ഫീൽഡ്, നമ്മൾ വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അവിടെ എന്തൊക്കെയായിരിക്കും? ഫാക്കൽറ്റി, സ്റ്റാഫ്, ലാബ്, റൂംസ്, അങ്ങനെയൊക്കെ ആണ് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതിന് വേണ്ടി നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ മണി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ആഡപ്പ് ചെയ്യുന്നതാണ് ഈ ഇൻകം മെത്തേഡിലുള്ളത്. നെക്സ്റ്റ് ഈസ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. The method considers that all the goods produced come for sale. In this method, the national income is calculated by adding expenses made by households in the country. അപ്പോൾ ഇതിൽ സെയിലിന് വേണ്ടി കൊണ്ടുവന്ന പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സിനെയാണ് നമ്മൾ ഈ മെത്തേഡിൽ കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ എങ്ങനെയാണ് കാൽക്കുലേഷൻ? ബൈ ആഡിങ് എക്സ്പെൻസസ് മെയ്ഡ് ബൈ ഹൗസ് ഹോൾഡ്സ് ഇൻ ദ കൺട്രി. സേവിങ്സ് വിൽ നോട്ട് കം അണ്ടർ ദിസ് മെത്തേഡ്. പേഴ്സണൽ കൺസംപ്ഷൻ ആയിരിക്കും. ദ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് വിൽ നോട്ട് കം ഫുള്ളി ടു ദ മാർക്കറ്റ്. ദേ മേ സേവ് ഫോർ ദെയർ ഓൺ പർപ്പസ് ടു. സോ ദിസ് വിൽ നോട്ട് ബി അപ്രോപ്രിയേറ്റ്. ഇൻ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ ഉണ്ടാക്കിയ എല്ലാ, ഫോർ എക്സാമ്പിൾ നമ്മൾ ബേക്കറി ഐറ്റംസ് എടുത്തു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ നമ്മൾ 10 സ്വീറ്റ്സ് ഉണ്ടാക്കി, ഇപ്പോൾ 10 പാക്കറ്റ്സ് ഓഫ് ബ്രെഡ് ഉണ്ടാക്കി എന്നുണ്ടെങ്കിൽ നമ്മൾ 10 പാക്കറ്റ്സും അവിടെ സെയിലിന് വേണ്ടി കൊണ്ടുവരുന്നില്ല. അപ്പോൾ 1 പാക്കറ്റ് നമ്മുടെ പേഴ്സണൽ യൂസിന് വേണ്ടി എടുക്കുന്നുണ്ട്. സോ അവിടെ കുറേ വേരിയേഷൻസ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അപ്രോപ്രിയേറ്റ് വാല്യൂ നമുക്ക് കിട്ടാത്ത കാരണം ഇത് മോസ്റ്റ്ലി യൂസ് ചെയ്യാറില്ല. In India, the national income from agriculture and manufacturing sector is calculated through product method. Agriculture and manufacturing അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രോഡക്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടും. സർവീസ് സെക്ടർ, നാഷണൽ ഇൻകം ഫ്രം സർവീസ് സെക്ടർ ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഇൻകം മെത്തേഡ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ നാഷണൽ ഇൻകം വേരിയസ് സെക്ടറിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കി. നെക്സ്റ്റ്, പെർ ക്യാപിറ്റ ഇൻകം. That is national income by total population, per capita income. Okay, അപ്പോൾ നാഷണൽ, ഒരു നാഷൻ്റെ ടോട്ടൽ ഇൻകം ബൈ അതിൽ എത്ര പോപ്പുലേഷൻ ഉണ്ട് എന്നുള്ളത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെർ ക്യാപിറ്റ ഇൻകം കിട്ടും. നാഷണൽ ഇൻകം കാൽക്കുലേഷൻ ഇൻ ഇന്ത്യ ഓർ എഫേർട്സ് ഓർ പ്രോസസ്, അതെന്താണെന്ന് നോക്കാം. In 1868, Dadabhai Naoroji was the first to estimate the per capita income of India. അപ്പോൾ ദാദാഭായ് നവറോജി അവരാണ് per capita income of India first estimated. In the book
In his book, Poverty and Un-British Rule in India, he estimated per capita income of India as rupees 20. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്കാണ് പോവേർട്ടി ആൻഡ് അൺ-ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. The first scientific attempt to estimate national income was made by V.K.R.V. Rao in 1931 and 32. In 1949, National Income Committee was constituted by under the chairmanship of P.C. Mahalanobis, and other members were V.K.R.V. Rao and Professor Gadgil. അപ്പോൾ ഈ രണ്ട് ഫാക്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് സയൻറ്റിഫിക് അറ്റംപ്റ്റ് എന്നുള്ളത് കൊണ്ടുവന്നത് V.K.R.V. റാവു ആണ് 1931 and 32. 1949 നാഷണൽ കമ്മിറ്റി എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് P.C. Mahalanobis and other members V.K.R.V. Rao and Professor Gadgil. Next, inflation and deflation എന്ന് നോക്കാം. Inflation is the overall price rise of goods and services in an economy due to increase the supply of money or decrease the supply of goods is known as inflation. അപ്പോൾ സപ്ലൈ ഓഫ് മണി ഇൻക്രീസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സ് കുറയുന്ന സമയത്തോ ആ പെർട്ടിക്കുലർ ഗുഡ്സിന് പ്രൈസ് ഓവറോൾ പ്രൈസ് റൈസ് ഓൾസോ ആ എക്കോണമിയിലുള്ള സർവീസസ് അതിനെ എഫക്റ്റ് ചെയ്യുന്നതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു സാധനത്തിൻ്റെ സപ്ലൈ കുറയുകയാണെന്നിരിക്കട്ടെ, അതിങ്ങനെ അതിൻ്റെ സപ്ലൈ വലിയ തോതിൽ ഇല്ല എന്നിരിക്കുന്ന ടൈമിൽ ഓൾസോ സപ്ലൈ ഓഫ് മണി കൂടുതലാണ് ആ ടൈമിൽ, പക്ഷേ സപ്ലൈ ഓഫ് ഗുഡ്സ് കുറവാണ്. ആ സപ്ലൈ ഓഫ് ഗുഡ്സ് കുറയുന്ന ടൈമിൽ അതിൻ്റെ പ്രൈസ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസ് റൈസ് നടത്തുന്ന ആ ഒരു സിറ്റുവേഷനാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഡീഫ്ലേഷൻ മീൻസ് സെയിം തന്നെ overall price fall of goods and services in an economy due to decrease the supply of money or increase the supply of goods. Deflation സമയത്ത് സപ്ലൈ ഓഫ് ഗുഡ്സ് ഇൻക്രീസബിൾ മാനറിലായിരിക്കും, പക്ഷേ ഗുഡ്സ് നിറയുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പ്രൈസ് ഇടിയുകയാണെന്നുണ്ടെങ്കിൽ, പ്രൈസിന് ഒരു ഫോൾ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനാണ് ഡീഫ്ലേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ എക്സാമ്പിളാണ്. ഇപ്പോൾ ഒരു പെന്നിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒരു കമ്പനി തയ്യാറാക്കുകയാണെന്ന് വയ്ക്കുക, തയ്യാറാക്കുന്ന ഒരു പെന്നിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് 20 എന്നാണെന്നുണ്ടെങ്കിൽ നിറയെ ഗുഡ്സും ഉണ്ട്, നിറയെ സപ്ലൈ ഓഫ് ഗുഡ്സും ഉണ്ട്, പക്ഷേ സപ്ലൈ ഓഫ് മണി കുറയുന്നത് കാരണം അതിൻ്റെ ആ പെന്നിൻ്റെ വില കുറഞ്ഞു എന്നിരിക്കട്ടെ. ഇപ്പോൾ 20 ആണ് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നുണ്ടെങ്കിൽ ആ പെന്ന് സെയിലിൽ പോകുന്ന സമയത്ത് അതിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് 10 ആണെന്ന് ഉണ്ടെങ്കിൽ അവിടെ ആ കമ്പനിക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത്. 10 rupees നഷ്ടമാണ് സംഭവിക്കുന്നത്. കാരണം ആ കമ്പനി ഉണ്ടാക്കുന്നത് ഒരു പെന്നിന് പ്രൊഡക്ഷൻ കോസ്റ്റ് 20 ആണ് എന്നുണ്ടെങ്കിൽ നിറയെ സപ്ലൈ ഓഫ് ഗുഡ്സും ഉണ്ട്. Okay, there will be increase of supply of goods if there is increase of supply of goods, and also decrease the supply of money ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ആ ഗുഡ്സ് ആൻഡ് സർവീസസിന് പ്രൈസ് ഇടിയും. ആ ഒരു കണ്ടീഷനാണ് ഡീഫ്ലേഷൻ. അതിന് നേരെ ഓപ്പോസിറ്റ് കണ്ടീഷനാണ് ഇൻഫ്ലേഷൻ. നൗ യു ഗെറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഐ ഗെസ്. നെക്സ്റ്റ് ഈസ് ബഡ്ജറ്റ്. Next is budget concepts. First one is output budgeting, that concentrates on quantitative aspects of expenditure. അപ്പോൾ എക്സ്പെൻഡിച്ചറിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റിനെയാണ്, എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്നുള്ളതിന് അപ്പിയറൻസ് ബേസ് ചെയ്തിട്ടാണ് അതാണിത് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനി പെർഫോമൻസ് ബേസ്ഡ് ബഡ്ജറ്റിംഗ് മീൻസ് ഇറ്റ് കാൽക്കുലേറ്റ്സ് the result and outcome for each programs and other expenditure. Next, zero based budgeting. പെർഫോമൻസ് പറയുമ്പോൾ നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുന്നതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നതാണല്ലോ ഓരോ കാര്യത്തിലും. സോ അത് ലിങ്ക് ചെയ്താൽ മതി. നെക്സ്റ്റ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ബഡ്ജറ്റിംഗ് ദ ബഡ്ജറ്ററി അലോക്കേഷൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഈസ് കെപ്റ്റ് ആസ് സീറോ. അപ്പോൾ ഫിനാൻഷ്യൽ ഇയറിൻ്റെ തുടക്കത്തിൽ
ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യുന്നത് 0 എന്ന റേറ്റിലായിരിക്കും. അതെന്തുകൊണ്ടാണ് 0 വയ്ക്കുന്നത്? മീൻസ് ദ ലാസ്റ്റ് ഇയർ ഡെഫിസിറ്റ് ഷുഡ് നോട്ട് അഫക്ട് ദിസ് ഇയർ. ഇപ്പോൾ ഓരോ വർഷവും ഡെഫിസിറ്റ് ഉണ്ടാവുമല്ലോ, ആ ലാസ്റ്റ് ഇയർ ഡെഫിസിറ്റ് ഈ വർഷം അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 0 വെക്കുന്നത്. നെക്സ്റ്റ് ഈസ് ജെൻഡർ ബഡ്ജറ്റിംഗ്. ഇറ്റ് എയിംസ് അറ്റ് എംപവറിംഗ് വിമൻ ആൻഡ് removing inequality based on gender in economic sphere. Next, first budget proposed by John Mathai. Second questionnaire പോലെയാണ്, ഒരു 3 questions നോട്ട് ചെയ്തിട്ടുണ്ട് അവിടെ. Who has presented the budget in more number of times in India? Morarji Desai 10 times. Second is Chidambaram. Only PM of India who had presented the budget, Indira Gandhi. November 26 is Indian Constitution Day. That is, Indian Constitution was adopted on November 26. It's just ഒരു fact പോലെ ഞാൻ പറഞ്ഞതാണ്. Next is Indian economy. Based on development aspects, economy is considered as two types: underdeveloped economy and developed economy. According to UN definition, any country's per capita income, if below a quarter of the per capita income of US, is known as underdeveloped economy. അപ്പോൾ യു എസിൻ്റെ ക്വാർട്ടർ പെർ ക്യാപിറ്റ ഇൻകത്തിനേക്കാളും ബിലോ ആണ് ഒരു കൺട്രിയുടെ പെർ ക്യാപിറ്റ ഇൻകം എന്നുണ്ടെങ്കിൽ യുണൈറ്റഡ് നേഷൻ്റെ ഡെഫിനിഷൻ പ്രകാരം അത് അണ്ടർ ഡെവലപ്മെൻറ്റ് എക്കോണമി ആയിരിക്കും. ദാറ്റ് ഈസ് എബോവ് 1/4 ഓഫ് പെർ ക്യാപിറ്റ ഇൻകം ഓഫ് യു എസ് എന്നുള്ളത് ഡെവലപ്ഡും ബിലോ 1/4 ഓഫ് പെർ ക്യാപിറ്റ ഇൻകം ഓഫ് യു എസ് എന്നുള്ളത് അണ്ടർ ഡെവലപ്ഡ് എക്കോണമിയാണ്. India is a developing economy because it's showing signs of development. Next, characteristics of Indian economy next year il edukam. Until then, I am signing off. Thank you.